അപ്പൊ ചേട്ടന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെ ഇത് കിട്ടിയാന്റെ? കഴിഞ്ഞ ആഴ്ച കൂടെ വീഡിയോക്കകത്തുണ്ടായിരുന്നല്ലോ പെണ്ണിനെ കയറി പിടിച്ചതിന്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഞാൻ പുള്ളിക്കാരന് 15 വർഷം മുമ്പ് കണ്ടതാ. അന്ന് ഇവിടെ CB സർക്കാർ മാജിക്കാരനായിരുന്നു. ഒരുത്തരം ഉടായ്പനെ കൊണ്ടുവന്ന് ചേട്ടൻ വീഡിയോ ഏൽപ്പിച്ചിട്ട് ആ വീഡിയോ ഞാൻ ഇപ്പോഴും ഞാൻ കാണിക്കട്ടെ ജനങ്ങളുടെ മുമ്പിൽ. ഏത് ചങ്ങങ്ങളൊന്നും അറിയാത്ത ഉടായ്പ കാണിക്കല്ലേ? ചേട്ടൻ ഉടായ്പ കുറെ നാളായിട്ട് ഞാൻ കാണുന്നതാ. ഈ വിവരം കെട്ടവനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. തിരുമൽ ചികിത്സയുടെ മറവിൽ സ്ത്രീയെ പിടിക്കാൻ ശ്രമിച്ച വൈദ്യൻ പിടിയിലായി. പുത്തൻതറയിൽ എൽ ചന്ദ്രബാബു എന്ന സകലേഷ് കുമാറാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത്. സുഹൃത്തുക്കളെ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ആണ്. നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഷെയർ ചെയ്തു. യൂട്യൂബിലാണെങ്കിൽ നമ്മൾ ഇത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കണം, റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഞാൻ കൊടുത്തു. നമ്മുടെ ഇവിടെ ഓച്ചിറ വൃശ്ചികോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ പറയുന്ന പുള്ളിക്കാരൻ സ്റ്റാളുമായിട്ട് വന്നത്. അപ്പോൾ അവിടുത്തെ തന്നെ കൺട്രോൾ റൂമിൽ പോയിട്ട് ഞാൻ ഈ പറയുന്ന ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞാനത് ഇവിടെ വെക്കാം എന്താണ് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്ര കാര്യമുള്ളൂ. അതായത് ഇങ്ങനെയുള്ള ആളുകളെ, ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴല്ല ചെയ്യാൻ തുടങ്ങിയത്. ഒരു 1.5 വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഉടായ്പകൾ മനസ്സിലാക്കി ഞാൻ വീഡിയോ ചെയ്തത്. അതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ, തീരുമാനം കണ്ട് വന്ന സ്ത്രീയെ കയറി ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ഇയാൾ റിമാൻഡിലായിരുന്നു. അന്നേ ഞാൻ ചെയ്ത വീഡിയോയിൽ പല ആളുകൾ എന്നെ പോലെ ഒരുപാട് പേര് വാർത്ത ചെയ്ത വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കള്ളനാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ജനങ്ങൾ തന്നെയാണ് ഈ വട്ടം കൂടി നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. എന്തായാലും ഞാൻ കൊടുത്ത പരാതിയുടെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനതിവിടെ ഇടുന്നുണ്ട്. നിങ്ങളത് പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക. റിട്ടേൺ കംപ്ലൈന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഓച്ചിറ 12 വിളക്കിനോടനുബന്ധിച്ച് CB സിദ്ധമർമ്മ ചികിത്സ എന്ന പേരിൽ CB ചന്ദ്രബാബു എന്നയാൾ അംഗീകൃതമല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടത്തിവരികയാണ്. ടിയാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചികിത്സ തേടിയെത്തിയ യുവതിയെ ലൈംഗികപരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡിൽ അകപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. കൂടാതെ പല കാലങ്ങളിലായി ടിയാനെ പല സ്ഥലങ്ങളിൽ മജീഷ്യനായും പക്ഷിശാസ്ത്രകാരനായും മത്സ്യകന്യകയുമായും ഒക്കെ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ്. വാക്ചാതുര്യം കൊണ്ട് സാധാരണക്കാരെ ഇദ്ദേഹം പെട്ടെന്ന് വലയിലാക്കുന്നു. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ ആർക്കും അദ്ദേഹത്തെ തടയാനാവില്ല എന്നും ഇത് തുടരുമെന്നും അദ്ദേഹം വെല്ലുവിളിക്കുകയുണ്ടായി. ആയതിനാൽ ഒരു സാമൂഹിക വിപത്തായ ടിയാനെതിരെ ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. ഇത് നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഏൽപ്പിക്കാൻ പോവാണ്. പരാതി കൊടുക്കാൻ. ഗുഡ് ഈവനിങ് സാർ, എൻ്റെ പേര് അൽത്താഫ് എന്നാണ്. വീഡിയോ ഒക്കെ വ്ലോഗൊക്കെ ചെയ്യുന്ന ആളാണ്. ആർജിയാണ്. ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പുറത്ത് സിദ്ധമർമ്മ എന്ന് പറഞ്ഞിട്ട് തൈലമായിട്ടിരിക്കുന്ന ഒരു ഫേക്ക് ഈ ഇടയ്ക്ക് ഒരു സ്ത്രീയെ കയറി പിടിച്ചതിന് റിമാൻഡിലായിരുന്നു. പുള്ളിക്കാരൻ എല്ലാവരും തടവെന്ന് പറഞ്ഞാൽ ആക്ടിങ് ആണ്. ആളുകളെ കൊണ്ടുവരിക, തടയിക്കുക, അതുപോലെ തന്നെ വീഡിയോ എടുത്തിടുക. അപ്പൊ അവിടെ ഫുൾ തടവലാണ്. ഇതിനൊരു സർട്ടിഫിക്കറ്റ്. അതെ, വാർത്ത വന്നോണ്ട് ഇതാ. താങ്ക് യു സോ മച്ച്. ഇതാണ് ഞാൻ ഇട്ട വീഡിയോ. പരാതി കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ഇതാണ്. ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇന്നത്തോടു കൂടി, അതായത് ഇന്ന് 25-ാം തീയതിയാണ്, നവംബർ 25-നോട് കൂടി ഈ 12 വിളക്ക് ഉത്സവം കഴിഞ്ഞു. ഞാൻ ഈ 12 വിളക്ക് 12 ദിവസം ഉത്സവമാണ്. 11ാമത്തെ ദിവസമാണ് ഇദ്ദേഹത്തെ അവിടെ കാണുന്നത്. ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതിപ്പോൾ എല്ലായിടത്തും നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തോടു കൂടി 12ാം തീയതിയോടു കൂടി പരിപാടി കഴിഞ്ഞ് ഇയാൾ ഇവിടുന്ന് പോകും. നമ്മൾ പരാതി കൊടുത്തു, ഇയാൾ ഇവിടുന്ന് പോകും. പിന്നെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കുക, ഇങ്ങനത്തുള്ള ആളുകളെ. അദ്ദേഹം മാവേലിയായിട്ട് വേഷം കെട്ടാറുണ്ട്, മജീഷ്യനായിട്ട് പോകാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അത് ആരെയും ദ്രോഹിക്കലൊന്നും ഇല്ലല്ലോ. പറയുന്ന മജീഷ്യനായിട്ട് ജോലി ചെയ്യുന്നതാണ്, ജീവിക്കട്ടെ, പ്രശ്നമില്ല. മാവേലിയായിട്ട് പോകുമ്പോൾ രസമുണ്ട്. വണ്ടിക്കകത്ത് പുറമെ, അതായത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാവേലി വേഷം കെട്ടി ഇറങ്ങുന്നു പറഞ്ഞ വണ്ടിക്കകത്ത് പോകുന്നത്. ഓക്കെ, അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം മറ്റേ പക്ഷിശാസ്ത്രകാരനായിട്ടും മത്സ്യകന്യകയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതും പ്രശ്നമില്ല. ഞാൻ പറയുന്നല്ലോ, പല കാലഘട്ടത്തിൽ പല വേഷവും കോലമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ശരീരത്തിലുമായിട്ട് ബന്ധപ്പെടുന്ന, ഒരു ആരോഗ്യമായിട്ട് ബന്ധപ്പെടുന്ന, ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ തന്നെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അങ്ങനെ വന്നിരിക്കുക, ഒരു ഫീച്ചർ പോലെ. എന്താ പറയാ, ഇത് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും പല ആളുകൾ ഇദ്ദേഹത്തെ വിശ്വസിച്ച് വരും. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കലകളും ഒരുപാട് ഞരമ്പുകളും മീൻസ് എല്ലാം കൂടെ കൊണ്ട് ഒരു എന്താ സങ്കീർണമായ സാധനം. അതിനകത്ത് കൃത്യമായ പഠനമില്ലാതെ ഇങ്ങനെ മരുന്ന് കൊണ്ട് തേച്ച് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ തന്നെ ഈ വല്യപ്പനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളെ തേച്ച് കൊടുക്കുന്ന ആൾക്ക് എന്തോ ഹൃദയ ശസ്ത്രക്രിയ എന്തോ ചെയ്തിട്ടുണ്ടോ എനിക്ക് സംശയമാണ് കേട്ടോ. അതിൽ വീഡിയോയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്തോട്ട് ചെന്ന് കൊടുത്താൽ, വേറെ എന്തെങ്കിലും രോഗമുള്ളവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ നരമ്പ് സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇദ്ദേഹത്തെ പോലെ പഠനമില്ലാത്ത ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ, ഞാൻ ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവിടെ ഡിപ്ലോമ ഉള്ളിടത്ത് ചെന്ന് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന്. ഒരു ഡോക്ടർ ആവാനായിട്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന്, ഇല്ലെങ്കിൽ ഡോക്ടർ ആവാൻ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റുമോ? അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനത്തുള്ളവരെ മാറ്റി നിർത്തുന്നത്. ഇതേപോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആർക്കൂടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്ന
ആളുകൾ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയായതുകൊണ്ടാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഇദ്ദേഹം ഈ മാജിക്ക് കാണിക്കുന്നതിനും മാവേലിയിട്ട് ഇറങ്ങുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കാത്തിടത്തോളം. പക്ഷേ ഇങ്ങറയിൽ ഈ പണികളെല്ലാം ഉണ്ടെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇതിനകത്തൂടെ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഈ തൈലമൊക്കെ പോയി തേക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പക്ഷേ കൊടുക്കുന്നത് അദ്ദേഹം വെരിക്കോസ് വെയിന് കൊടുക്കും. അതുപോലൊക്കെ പറയുമ്പോഴത്തേക്കും കൃത്യമായ പഠനമില്ല, കൃത്യമായി പഠിക്കാത്തതൊക്കെ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. പിന്നെ പാരമ്പര്യമായിട്ട് വൈദ്യം ചെയ്യുന്ന പല ആളുകളും, ഇദ്ദേഹം പാരമ്പര്യമൊന്നുമല്ല, 10-15 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു മാജിക്ക് കാണിച്ച് നടന്ന ആളാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന് മാജിക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. അന്ന് എനിക്ക് മാജിക്ക് ഇഷ്ടമുള്ള ക്രേസ് ഉള്ളൊരു സമയമായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മുമ്മ വൈറ്റാട്ടിയാണ് അതിൽ നിന്ന് പകർന്നു കിട്ടിയത്. വൈറ്റാട്ടി ഗർഭം എടുക്കുന്നവരല്ലേ, അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന് എന്ത് പകർന്നു കിട്ടി? 15 വർഷം മുമ്പ് ഇയാൾ പകർന്നു കിട്ടിയൊന്നും ചെയ്തിട്ടില്ല, അന്ന് മാജിക്കും കാണിച്ചിട്ട് നടന്നു. ഇപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹം ചെയ്തു എന്നുള്ള സംശയമുണ്ട്. മാത്രമല്ല അപ്പൂപ്പൻ ആനപ്പുറത്തിരുന്നെന്ന് പറഞ്ഞിട്ട് കൊച്ചുമക്കളുടെ കുണ്ടിക്ക് തഴമ്പ് വരുമോ എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ഞാനിത് ചെയ്യും, പുറത്ത് നിൽക്കുന്നതിന് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. അത് ആഷ്ട്യവും അഹങ്കാരവും ഞാൻ ചെയ്യും എന്നുള്ളതും. ഇത് നമ്മൾ പരാതി കൊടുത്തെന്ന് പറയുന്നതിലൊന്നും ആവാൻ പറ്റുന്ന അടുത്ത ചേരി വിട്ട് അടുത്തടുത്തേക്ക് പോകും, ഇവിടുന്ന് പോകും. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കള്ള നാണയങ്ങളെ, ഉടായ്പകളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ഏരിയയിൽ നിന്നും മാറ്റി നിർത്താൻ ജനങ്ങൾ മുൻകൈ എടുത്തിറങ്ങിയിട്ട് കാര്യമുള്ളൂ, അല്ലാതെ ഒരു കാര്യമില്ല. എനിക്കിപ്പോൾ ഇതിനകത്തിരുന്ന് കൊണയടി മാത്രമല്ല പറ്റുന്നത്, സംസാരിക്കാനല്ല. ഞാൻ സമൂഹത്തിന്റെ പുറത്തിറങ്ങി സംസാരിക്കാൻ എനിക്ക് ഒരു മടിയില്ല. ഞാൻ ഇപ്പോഴാണ് നമ്മൾ ഈ കുറെ ഫൺ വീഡിയോസ്, എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നത്. നമ്മൾ നേരത്തെ പോലെ സോഷ്യലുമായിട്ട് സാമൂഹികമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കപ്പിൾ സ്വാപ്പിംഗ്, ഭാര്യമാരെ കൈമാറുന്ന വിഷയങ്ങൾ ആദ്യം പുറത്തു കൊണ്ടുവന്നത് നമ്മളാണ്, നമ്മുടെ പേജിൽ കൂടാണ്. അതിലൂടെ ആ പറയുന്ന ഭർത്താവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ അത് ഒരുപാട് വേറെ സങ്കീർണമായ വിഷയങ്ങളിലേക്ക് പോയി. സാമൂഹികമായ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോയ്ക്കകത്തിരുന്ന് കൊണയടിയല്ല, പുറത്തിറങ്ങി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും സംസാരിക്കാനൊന്നും എനിക്ക് ഒരു മടിയില്ല. അനീതി കണ്ടാൽ ഞാൻ പ്രവർത്തിക്കും. അതിന്റെ പേര് നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണെന്നല്ല, നമ്മളെല്ലാവരും 100% നല്ലവരാണെന്നല്ല. പക്ഷേ സമൂഹത്തിന് വിപത്താവുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സമൂഹത്തിന് ദ്രോഹമുള്ള ഒരു കാര്യം ചെയ്യുന്നില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഉപദ്രവം ചെയ്യുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ബാധ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഉണ്ടാവണ്ടേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അത് പെട്ടെന്ന് ഞാൻ പ്രതികരിച്ച സമയത്ത് ഞാൻ ഈ പറയുന്ന വിഷയത്തിന് അല്ലാതെ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കുറെ വീഡിയോ, എന്റർടൈൻമെന്റ് വീഡിയോ ഒക്കെ ചെയ്യാൻ പോയതാ. ആ സമയത്ത് തന്നെ ഇദ്ദേഹം അവിടെ നിൽക്കുന്ന കാണുന്നത്. ഞാനിത് സംസാരിച്ചപ്പോൾ നമ്മുടെ കൂടെ ക്യാമറമാൻ ഉണ്ടായിരുന്നു, നമ്മുടെ അനിയനുണ്ടായിരുന്നു. അവൻ വീഡിയോ ഷൂട്ട് ചെയ്തു. അത് ഞാൻ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ നിട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുപാട് വരിക അടുത്തിട്ട് വന്ന് ചാടുന്നുണ്ട്. ഒത്തിരി ഒരു വട്ടം കൂടി നിൽക്കും. ഇദ്ദേഹത്തിന്റെ വാക്ചാതുര്യം അതുപോലാണ്. കുറെ ഡയലോഗുകളും സിനിമാ ഡയലോഗുകളും കുറച്ച് ശ്ലോകമൊക്കെ പഠിച്ചു വെച്ചതുകൊണ്ടേ അത് തുപ്പി ഇരിക്കും. അപ്പോൾ ആളുകൾ വന്ന് വീഴും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്, പലരും ഇതിനകത്ത് പറയുന്നുണ്ട്, ഇത് നീ പോയി എന്താ പറയാ പള്ളിയിലച്ചന്മാരെയും മുസ്ലിയാക്കന്മാരെയൊക്കെ ഉണ്ടല്ലോ, അവന്മാരെ പിടിയുന്നു. അതെന്തിനാ ഇവിടെ കൊണ്ടുവരുന്നത്? ഇയാളൊരു സാമിയൊന്നും അല്ല, ഇയാളൊരു ഹിന്ദു മതത്തിന്റെ പ്രചാരകനും ഒന്നുമല്ല. ഇവൻ കള്ള ബെടുവ, അങ്ങനെ തന്നെ പറയാം. ഇവൻ കള്ള ബെടുവായ, അല്ലാതെ മതം നോക്കിയല്ല ഇവനെയൊന്നും ഒഴിവാക്കേണ്ടത്. അതിപ്പോ മതം നോക്കി ഒഴിവാക്കാനാണെങ്കിൽ മൂല്യാക്കന്മാർ ഉടായ്പ കാണിച്ച അവന്മാരെയും, പള്ളിയിലച്ചന്മാർ ഉടായ്പ കാണിച്ച അവന്മാരെയും, പൂജാരിമാർ ഉടായ്പ കാണിച്ച അവന്മാരെയും വലിച്ചു കീറണം. അത് ഞാൻ എന്റെ പല വീഡിയോസും വലിച്ചു കീറിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. ഒരു ഇന്നോവ മൂല്യാരുണ്ടായിരുന്നു, ഇന്നോവ വെച്ചവൻ എന്തൊക്കെയോ കാണിച്ചു, അവനെയൊക്കെ വലിച്ചു കീറിയതാരാ? അതൊക്കെ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. ഇവനെ ഒരിക്കലും മതപരമായിട്ട് കണക്കാക്കരുത്. ഇവന് ഒരു രാഷ്ട്രീയക്കാരും ഒരു മതപരമായിട്ടുള്ള ആളുകൾ ഇവരെ കൂടെ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും, അതായത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും, അവർ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ ഇച്ചിരി ഈ പറയുന്നിട്ട് സാമൂഹികപരമായിട്ട് പാർട്ടിയുടെ പേരിൽ ഇടി വഴക്കൊക്കെ ഉണ്ടാക്കുന്നവരെ കൂടെ നിർത്തുമായിരിക്കും. പക്ഷെ ഫ്രോഡുകളെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടെ നിർത്തത്തില്ല എന്നുള്ളതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത്രയ്ക്ക് അന്തസ്സില്ലാത്തവരൊന്നുമല്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ട് ഇവനെയൊക്കെ ഒഴിവാക്കി നിർത്തേണ്ടത് നമ്മളെ സമൂഹത്തിൽ ഓരോരുത്തരെയും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൂടെ അവകാശമല്ലേ, അവർക്ക് നാണക്കേടാ. അപ്പൊ അത് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നത്. ഇതിനെ മതപരമായിട്ടൊന്നും കണക്കാക്കണ്ട. ഈ പറഞ്ഞ ചന്ദ്രബാബു ഉണ്ടല്ലോ, അയാൾ മതത്തിന്റെ പ്രചാരനൊന്നുമല്ല, ഉടായ്പിന്റെയും വിവരക്കേടിന്റെയും പ്രചാരന. അവരെ അങ്ങനെയുള്ളവരെ നമ്മൾ വലിച്ചു കയറും. അതിന് മതമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇവനെ സൂക്ഷിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. വെട്ടിയിട്ടാലും പൊട്ടിമുളങ്ങുന്ന